കനത്ത മഴയെ തുടർന്ന് കുമളിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം. നിരവധി വീടുകളിലും കടകളിലും വെള്ളം കയറിയ വീട്ടിൽ കുടുങ്ങിയ 4 അംഗ കുടുംബത്തെ നാട്ടുകാരും പോലീസും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടുകൂടി ആരംഭിച്ച ശക്തമായ മഴയാണ് കുമളിയെ ദുരിതത്തിലാക്കിയത്. തുടർച്ചയായി പെയ്ത മഴയിൽ തോടുകൾ നിറഞ്ഞൊഴുകി. കുമളി ടൗൺ, ഹോളിഡേ ഹോം പരിസരം, വലിയകണ്ടം, 1-ാം മൈൽ, പെരിയാർ കോളനി എന്നിവിടങ്ങളിലാണ് വീടുകളിലും കടകളിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടായത്. പ്രദേശത്തെ ഹോളിഡേ ഹോമിന് സമീപം വീട്ടിൽ കുടുങ്ങിയ 4 പേരെയാണ് നാട്ടുകാരും കുമളി പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. നന്ദനം വീട്ടിൽ കണ്ണൻ, കണ്ണന്റെ ഭാര്യ ഷീന, മക്കളായ അനന്യ, അമയ എന്നിവരാണ് വീട്ടിൽ കുടുങ്ങിയത്. രാത്രി 11 മണിയോടെയാണ് ഇവിടെ വെള്ളം അതിശക്തമായി ഉയർന്നത്. ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനായി ശ്രമിച്ചെങ്കിലും വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്ക് കാരണം വീടിനടുത്ത് എത്തുവാൻ സാധിച്ചില്ല. തുടർന്ന് പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരും കുമളി പോലീസും ചേർന്ന് വടം കെട്ടി സാഹസികമായാണ് 4 പേരെയും രക്ഷപ്പെടുത്തിയത്. വലിയ സൗണ്ട് എല്ലാവരും കേട്ടത്. എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഇതുപോലെ മഴവെള്ളം ഭയങ്കരമായിട്ട് വരും. മരവും കല്ലും എല്ലാം കൂടെ ഒഴുകി വന്ന് ഈ താഴെ, അതായത് 2018 ആഗസ്റ്റ് മാസം 8-ാം തീയതി ഉരുൾപൊട്ടി അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പൊട്ടിയിരിക്കുകയാണ്. ഏതായാലും വീടുകൾക്കൊന്നും ഡാമേജ് ഒന്നുമില്ല. മണ്ണും കല്ലൊക്കെ വന്ന് കയറിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വഴിയെല്ലാം ബ്ലോക്കായിരിക്കുകയാണ്. ഏതായാലും ഭയങ്കരമായ മഴയായിരുന്നു ഈ ഭാഗത്ത്, മേട്ടുകുടി ഭാഗത്തും. എല്ലാ വഴികളും ബ്ലോക്കാണ്. ഈ പറഞ്ഞ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നാശനഷ്ടങ്ങളുണ്ട്. വീടുകൾക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. റോഡ് എല്ലാം പോയി. അതെല്ലാം പുനരുണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കുന്നമ്പാറ 19-ാം വാർഡ്, കുന്നമ്പാറ സൗത്ത്, വീട്ടിപ്പടി ഭാഗത്ത്, കരിമറ്റമേടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2019 അതേ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ പറഞ്ഞ രണ്ടാമത് ഇപ്പോൾ പോയിട്ടിരിക്കുന്നത്. പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വെള്ളം കയറിയ പ്രദേശങ്ങളിലെ ആളുകളെല്ലാം സുരക്ഷിത സ്ഥാനങ്ങൾക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുമളി.